ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ എൻ്റെ കൂട്ടാളിക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത്. 1.5 മാസം കൊണ്ട് അലർജിയുടെ രോഗത്താൽ ഭാരപ്പെടുന്നു. എന്നാൽ ദൈവസഭയിൽ കടന്നു വരാനും ഒക്കുന്നില്ല. ശരീരത്തിനൊരു വല്ലാത്ത സ്മെല്ലാണ്. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരാൻ ആഗ്രഹിക്കുന്നെങ്കിലും പക്ഷെ വരാനുള്ള ഒരു വഴിയും കാണുന്നില്ല. പക്ഷേ ഈ മനുഷ്യനെ എങ്ങനെ കൊണ്ടുവരും എന്നൊരു മനസ്സായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉപവാസത്തിലിരിക്കുമ്പോൾ, ഈ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ 3:30 മണി സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, എനിക്ക് അസുഖങ്ങളൊക്കെ അങ്ങ് കൂടുതലാണ്, എനിക്ക് ആശുപത്രി വരണമെന്ന് പറഞ്ഞ്. ഞാൻ മനസ്സുകൊണ്ടങ്ങ് ഒരുപാട് ഭാരപ്പെട്ടു. ദൈവമേ, ഈ മനുഷ്യനെ ഞാൻ കൊണ്ടുപോയാൽ ഏത് ഡോക്ടർ നോക്കും? അടുത്തിരിക്കുന്നത് എങ്ങനെയാ? ശരീരത്തിന് വല്ലാത്ത സ്മെല്ല്, ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്ന് ഒരുപാട് ഭാരപ്പെട്ട് ഞാൻ പോകാനായിട്ട് ഒരു 3:30 വിളിച്ചെങ്കിലും 4:30 ആയപ്പോഴാണ് ഞാൻ പാസ്റ്റർ എടുത്ത് ഒരു കുപ്പി വെള്ളവുമായിട്ട് വന്ന് നിന്നൊന്ന് പ്രാർത്ഥിച്ചു. അന്നേരം പാസ്റ്റർ പറഞ്ഞ്, ഇച്ചിരി നേരം അല്പം കൂടെ നിൽക്കേ, പിന്നെ പ്രാർത്ഥിച്ചു തരാം. അന്നേരം ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ച്, ദൈവത്തിന് ഏതോ പ്രവർത്തിക്കാനുണ്ട്, ദൈവം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞ് പിന്നെ പാസ്റ്റർ വെള്ളമൊക്കെ പ്രാർത്ഥിച്ച് തന്ന് ഞാൻ വീട്ടിൽ ചെന്ന് മറ്റേ വാതക്കലോട്ട് ചെല്ലുമ്പോഴേ ഈ സ്മെല്ല് വന്ന് അടിക്കും. അന്നത്തെ ദിവസം ഞാൻ ചെന്നപ്പം ചോദിച്ചു, നീ എന്താ വന്നത്? ഞാൻ പറഞ്ഞ്, എന്നെ വിളിച്ചെന്തിനാ? ആശുപത്രി പോകണമെന്നും പറഞ്ഞ് വെള്ളം തിളപ്പിച്ച് ഒന്ന് കുളിച്ചപ്പോൾ എനിക്ക് ഒത്തിരി ആശ്വാസമുണ്ട് എന്ന് പറഞ്ഞ്. പക്ഷേ അന്ന് ചെന്ന് കയറുമ്പം ആ വാടയില്ല. അന്നേരം ദൈവമേ, ഞാൻ ദൈവത്തിന് നന്ദി പറയാം. അപ്പാ, ഞാൻ അവിടെ ഇരുന്ന് ഞാൻ ഭാരപ്പെട്ട അവസ്ഥയല്ല, ദൈവം ആ സ്മെല്ലൊക്കെ മാറ്റി തന്നല്ലോ. അങ്ങനെ ദിവസേന ആ സ്മെല്ല് കുറഞ്ഞ് ഞായറാഴ്ചയായപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച്, അപ്പോൾ ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് ആ സ്മെല്ല് പൂർണ്ണമായിട്ട് മാറണം, എനിക്ക് ബുധനാഴ്ച കൊണ്ടുവരണം എന്ന് പറഞ്ഞിപ്പോൾ ആ ശരീരത്തിൻ്റെ അവസ്ഥകളൊക്കെ ഒത്തിരി മാറി. എനിക്ക് എൻ്റെ ജീവിതത്തിൽ മാറ്റം വന്ന് എൻ്റെ കൂട്ടാളിയുടെ അസുഖത്തിൻ്റെ പറ്റിയാണ്. പക്ഷേ ഒരുപാട് ശരീരത്തിന് വ്യത്യാസം വന്നു. ദൈവത്തിന് കോടാനുകൂടി നന്ദി. അവർ ഒന്ന് കൈ ഉയർത്തിപ്പിടിച്ചാൽ നല്ലത്. കഥാവ് കൊടുക്കുന്ന മാറ്റത്തിനായി സ്തോത്രം.